ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തൻസീർ റഫീഖ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, പക്ഷേ എളുപ്പത്തിലാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചപ്പാത്തിയും ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാനിതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ കറി നമ്മൾ വാട്ടാതെയും കുഴയ്ക്കാതെയൊക്കെ പൊടികളൊന്നും മൂപ്പിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് അടിപൊളി ചിക്കൻ കറിയും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണി വേഗം കഴിയും കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ നമുക്ക് കുറച്ച് നേരം നിൽക്കേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പൊടി എടുത്തിട്ട് ഇപ്പോൾ ചേർത്തത് നമ്മുടെ തലേ ദിവസത്തെ ചോറുണ്ടല്ലോ, അത് കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് അരച്ചാണ് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് കൂട്ടിയിട്ട് നമ്മൾ ഈ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറേ നേരം നമ്മൾ കുഴയ്ക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫുള്ള് വീഡിയോ എടുത്തിട്ട് ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ ഇട്ടാലും മതി കേട്ടോ, ഇതേപോലെ ചതയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ സാധാരണ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചതച്ചാണ്. പിന്നെ സവാള ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് സവാളൊക്കെ ഇല്ലാത്ത സമയത്തും ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ജാറിലിട്ടിട്ടുണ്ട്, മിക്സിയുടെ ഒരു മീഡിയം ജാറിലിട്ടിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ തക്കാളി ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും അളവിനനുസരിച്ചിട്ട് എടുക്കുക. ഇത്രയും ചുവന്നുള്ളി കൊണ്ട് കറി വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ, ഈ കറിക്ക് നല്ല ഗ്രേവിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ച് വരണം കേട്ടോ. നമ്മളിതിൽ വേറെ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല, ഒരു 2-3 പൊടികൾ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് ഗരം മസാല പൊടിയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാല കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വാങ്ങിയതായതുകൊണ്ട് ഒരുപാട് കുത്തലുണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കിയ പൊടിയാണെങ്കിൽ ഇത്രയും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നല്ല ചൊയ വരും. അപ്പോൾ നമ്മൾ ഈ വാങ്ങിയ പൊടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുക. ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സവാള കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാള മേടിക്കാൻ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്നാലും ഒരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഇപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റൊക്കെ നല്ലതാക്കി എടുക്കണ്ട, നമുക്ക് നോക്കിയിട്ട് വെള്ളം ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരണം. ഒരു നുള്ളു കുരുമുളക് പൊടി എടുക്കുക കേട്ടോ, കുരുമുളക് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ടുള്ളത് എടുക്കണേ. പച്ചമുളക് അത്രയും വേണ്ടെങ്കിൽ എടുക്കണ്ട, കുരുമുളക് അത്രയും വേണ്ടെങ്കിൽ എടുക്കണ്ട, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ച് ഇതാ പേസ്റ്റ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മളിതാ വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ടാ. ചിക്കൻ ഞാൻ തലേ ദിവസത്തെ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കുറച്ച് കുട്ടികൾക്ക് പൊരിക്കാൻ ഞാൻ മാറ്റി വെച്ചിട്ടാ. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, തട്ടിക്കൂട്ടുണ്ട്. അപ്പോൾ അതിനൊരു കുറച്ച് പീസ് പൊരിക്കാനെടുത്തു. എന്നാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ സെറ്റപ്പാക്കി. അങ്ങനെ നമ്മൾ മസാല ചേർക്കുകയാണ്, നമ്മൾ അരച്ച മസാല കേട്ടോ. നല്ല ഈ മസാലയ്ക്ക് ഉണ്ടല്ലോ നല്ല സ്മെല്ലാട്ടോ. ഈ ഒരു റെസിപ്പി എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇക്കാൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. ഇക്ക ഒരു ദിവസം അതേപോലെ പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കി. എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അരയ്ക്കുന്നതും പിടിക്കുന്നതൊക്കെ കേട്ടോ. പിന്നെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുകയെന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇക്ക ഉണ്ടാക്കിയത് നല്ല നാടൻ കോഴീൻ്റെ ഇതിലാട്ടോ, ഇറച്ചിയിലാണ്, നാടൻ ഇറച്ചിയിലാണ് കോഴീൻ്റെ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതും ടേസ്റ്റ് കുറവൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാതും ചേർത്ത് കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ മിക്സിയൊക്കെ കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ, മസാല കളയണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുമായിരിക്കും അല്ലേ, ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെള്ളം ഒരുപാട് വെള്ളം വയ്ക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളം വെച്ചാൽ ഈ ഗ്രേവി രസേ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളിതാ കുറച്ച് ഉപ്പ് കൂടി ആവശ്യമുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിലൊക്കെ പിടിക്കണമല്ലോ, നമ്മൾ ഈ വേവുന്ന സമയത്ത് കറക്റ്റ് ഉപ്പ് ചേർത്താലാണ് ഈ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. കഷ്ണത്തിൽ ഉപ്പ് പിടിച്ചാലാണ് നമ്മൾ കറി കൂട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കി. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പിൻ്റെ കൂടി കുറവുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഉപ്പ് കുറച്ച് അല്പം ചൊടിയിൽ വേണം കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അങ്ങനെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ മല്ലിയില, കറിവേപ്പിൻ്റെ ഇല അങ്ങനെ എന്തുണ്ടെങ്കിലും അതൊക്കെ ഇട്ടോളൂ കേട്ടോ. എൻ്റെ അടുത്ത് ആ ഇലകൾ രണ്ടുമില്ല, അതുകൊണ്ട് ഞാൻ രണ്ടും ഇട്ടില്ല. അതും കൂടി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയിൽ മസ്റ്റായിട്ട് വേണ്ടത് മല്ലിയും കറിവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ എൻ്റെ കൈവശം അതുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാത്തിലും ഇടണമെന്ന് എനിക്ക് നിർബന്ധം തോന്നിയിട്ടുമില്ല, ഉണ്ടെങ്കിൽ ഇടും, അത്രയും മാത്രം. അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5-6 വിസിൽ കൊടുക്കുക കേട്ടോ. ചിക്കൻ ഉടഞ്ഞു പോകുമെന്നുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ, ഉടഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച സമാധാനത്തിൽ ഞാൻ പിന്നെ വേഗം ചപ്പാത്തി വരത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ആ കറി അവിടെ ഇങ്ങനെ ഒരു 4-5 വിസിൽ കൊടുത്താൽ കറി റെഡിയാവും. അപ്പോൾ നമ്മൾ ആ ഗ്രേവി നന്നായിട്ട് അതിൽ പിടിക്കും, നന്നായിട്ട് വേവും ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇതാ നമ്മൾ പരത്തിയും കൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ചപ്പാത്തി. നമ്മൾ ആ ചോറ് അരച്ച് ചേർത്തിട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കറി പെട്ടെന്ന് ആവുകയാണെങ്കിൽ ചപ്പാത്തി ചൂടുന്നതിനനുസരിച്ചിട്ട് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാമല്ലോ, അത് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ അതാ നമ്മുടെ ചപ്പാത്തി ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ചൂടാനായിട്ട് ഞാനിതാ ചട്ടി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇതേപോലെ ഇതാ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പോഴേക്ക് പരുത്തി ഏകദേശമൊക്കെ കഴിയാനാകുമ്പോഴേക്ക് തന്നെ നമ്മുടെ കറി വിസിലടിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പുക കാരണം കാണില്ല, ആവി വരുന്ന കാരണമാണ് കേട്ടോ കാണാത്ത. അപ്പോൾ അതാ ഗ്രേവിയൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കാരണം ഗ്രേവി ഒരുപാടാകുമ്പോൾ രസം ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാവണം. പിന്നെ ഇനി ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട് ഒന്നും കൂടി കട്ടി വയ്ക്കുമായിരിക്കും കേട്ടോ. കട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കഴിച്ചതിന് ശേഷമല്ലേ ഞാൻ വീഡിയോ ഇടുന്നത്, കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി കറിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ എണ്ണ ഒഴിക്കാൻ മറന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ എണ്ണ ഒഴിക്കും, പിന്നെ താളിക്കേണ്ട ആവശ്യമേ വരില്ല. നമ്മൾ ഈ മസാല ഇടുമ്പോൾ തന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണ തൂവിക്കാറുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കുറച്ച് ഉലുവിട്ട് കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ ചിരിക്കണമെന്ന് വെച്ചാൽ ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്, കറിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതവിടെ വെച്ച് ഓണാക്കുമ്പോഴേക്കും അത് ചെറിയൊരു കളറ് മാറി, കരിഞ്ഞിട്ടൊന്നുമില്ല, ഒന്ന് നല്ലൊരു കളറ് മാറി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നറിയോ ഞാനിവിടെ ആ ഒരു ചുവന്നുള്ളി തൊലിക്കലിൻ്റെ ആ ഒത്തിരി സമയം അത്രയും വേണ്ടുള്ളൂ. നമുക്ക് സാധാരണ വാട്ടിയിട്ട് പൊടി മൂപ്പിച്ചിട്ട് ആ സമയമൊന്നും വേണ്ട കേട്ടോ. അടിപൊളി കറിയാണ്. ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കി നോക്കൂ, കറക്റ്റ് സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.